നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുസ്മിതേ, ഇവിടെന്താ ഇവിടെ? ഓ അവിടെയാണോ? എന്താ സുസ്മിത ഇവിടെ? ആ, ശ്യാമെ അഡ്മിറ്റ് ചെയ്തിരിക്കാന്നൊരു വിവരം കിട്ടി, അതുകൊണ്ട് വന്നതാ. അതിന് പത്രം ഇറങ്ങാൻ സമയം ആയില്ലല്ലോ സുസ്മിതേ. അതോ നീ ഫ്ലാഷ് ന്യൂസിലുണ്ടായിരുന്നോ ശ്യാമെ അഡ്മിറ്റ് ചെയ്തെന്ന്? കണ്ടോ ആന്റി ഈ രോഹിത്തിന്റെ കാര്യം? ദയയും കരുണയും സഹാനുഭൂതിയൊന്നും ഇല്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണോ? അതൊക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഹൃദയം വേണം. ഒരർത്ഥത്തിൽ എനിക്ക് പറക്കേണ്ട കുഞ്ഞാ ശ്യാമയുടെ വയറ്റിലുള്ളത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിന്റെ മുഖം കണ്ടിട്ടേ പോവൂ. രോഹിത്തെ, ഡിവോഴ്സ് കഴിഞ്ഞതോടെ നമുക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചെന്ന് എന്റെ വിശ്വാസം. ഒന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. ഈശ്വരാ, ശ്യാമയ്ക്കും കുഞ്ഞിനും ആപത്തൊന്നും വരുത്തരുതേ. സുസ്മിതേ, കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. ദേ, ഇപ്പൊ കൂടെ നാവെടുത്ത് ഈശ്വരനെ വിളിച്ച ഞാൻ എന്ത് കുഴപ്പമുണ്ടാക്കാനാ ആന്റി? സകല സമയവും ഈശ്വര വിചാരം മാത്രമേ ഉള്ളൂ എനിക്കിപ്പോ. അവളുടെ ഒരു ഈശ്വര വിചാരം. വിഷ്ണു, അങ്ങനെ പറയരുത്. മനുഷ്യന് മാറാൻ അധിക സമയമൊന്നും വേണ്ട. എല്ലാവർക്കും ഈശ്വരവിശ്വാസം വേണ്ട ഒരു സമയം ഇത്. ആന്റി ഇപ്പോഴും പൊട്ടി തന്നെ. ശ്യാമയ്ക്ക് പെയിൻ തുടങ്ങി ആന്റി? ഇല്ല, ചിലപ്പോ ഇന്ന് തന്നെ ഉണ്ടായേക്കുന്ന പ്രതീക്ഷ. ആ, നന്നായി. പെയിൻ തുടങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാം ആദ്യം മുതലേ കാണാമല്ലോ. എന്തെങ്കിലും കള്ളക്കളി നടക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേ പിടിക്കാം. അല്ല, ശാലിനി വന്നില്ലേ ശാരദാമ്മേ? ഇല്ല, കൊണ്ടുവരണ്ടെന്ന് ഞാനാ പറഞ്ഞത്. ആ, അതും നന്നായി. ശാലിനി അണിയറയിലില്ലെങ്കിൽ ശാരദാമ്മയ്ക്കോ ശ്യാമയ്ക്കോ കള്ളൊന്നും കാണിക്കാൻ പറ്റില്ല. ചെറുവിരൽ അനക്കിയ പിടിക്കാൻ ഈ സുസ്മിത എവിടെയുണ്ട്? ഇനി ശ്യാമ കുഞ്ഞിനെ പ്രസവിക്കുന്നത് എനിക്കൊന്ന് കാണണം ശാരദാമ്മേ. നിങ്ങളുടെയും മകളുടെയും പൂച്ചു പുറത്താകാൻ പോവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.